പ്രിയമുള്ള സഹോദരന്മാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന മിൻ അഫ്ളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ. നിങ്ങളുടെ ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ളലായ ശ്രേഷ്ഠകരമായ ദിവസം എന്ന് പറഞ്ഞാൽ അത് യൗമുൽ ജുമുഅയാണ്, വെള്ളിയാഴ്ചയാണ് എന്നാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലെ ഒരാഴ്ചയിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിവസം വെള്ളിയാഴ്ചയാണ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയിൽ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു ദിവസമാണ് വെള്ളിയാഴ്ച എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ശ്രേഷ്ഠകരമായ ഒരു ദിവസം അവനവന്റെ നന്മയ്ക്ക് വേണ്ടി, പരലോകത്തിന്റെ ഗുണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്താൻ പരമാവധി പരിശ്രമിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് ഏറ്റവും നല്ല ദിവസം അതാണെങ്കിൽ അതിന്റെ ഒരു നന്മയും നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് പണ്ഡിതന്മാർ ചുരുങ്ങിയ 8 കാര്യങ്ങളെങ്കിലും വെള്ളിയാഴ്ചകളിൽ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. വളരെ എളുപ്പമാണ്, നമുക്ക് പരിചയമുള്ള കാര്യമാണ്. ഒന്ന് ശ്രദ്ധ പുലർത്തിയാൽ എല്ലാ ആഴ്ചകളും പരമാവധികളും ഈ ചുരുങ്ങിയത് 8 കാര്യങ്ങളിലും ശ്രദ്ധിച്ചാൽ നമുക്കതിന്റെ ശ്രേഷ്ഠത കൈവരിക്കാൻ കഴിയുന്നർത്ഥം. അതിൽ ഒന്നാമത്തത് ഖിറാഅത്തു സൂറത്തുൽ ഇൻസാൻ വസ്സജദ ഫി സ്വലാത്തിൽ ഫജ്രി എന്നാണ്. വെള്ളിയാഴ്ചയിലെ സുബഹി നമസ്കാരത്തിൽ സജദയും ഇൻസാനും ഓതി നമസ്കരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏതെങ്കിലും അത് ഓതുമെന്ന് ഉറപ്പുള്ള ഒരു പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്താൽ കിട്ടും, വലിയ പ്രയാസമൊന്നുമില്ല. അപ്പൊ ഏതായാലും സുബഹി നമസ്കരിക്കണം, എല്ലാ നമസ്കാരം ജമാഅത്തായാണ് നിസ്കരിക്കേണ്ടത്. അപ്പോൾ അത് ഓതുന്ന ഉറപ്പുള്ളൊരു പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുത്താൽ ഒന്നാമത്തെ സുന്നത്ത് നമുക്ക് കിട്ടുക. രണ്ടാമത്തെ അൽ ഇഅ്തിസാലു വ തതയ്യിബു വ ലബ്സുൽ തൗബുൽ അഹ്സൻ. ജുമുഅക്ക് വേണ്ടി കുളിക്കുക, സുഗന്ധം പൂശുക, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക. എല്ലാ ദിവസവും നമ്മൾ കുളിക്കുന്നതാണ്, വെള്ളിയാഴ്ചയും കുളിക്കും. പക്ഷെ വെള്ളിയാഴ്ച കുളിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതുക, ഇന്ന് വെള്ളിയാഴ്ചയുടെ ഒരു പ്രത്യേകമായ സുന്നത്തായ കുളിയാണ് എന്ന് മനസ്സിൽ കരുതി എന്നും സുഗന്ധം ഉപയോഗിക്കുന്നവരാണ്, നല്ല വസ്ത്രം ധരിക്കുന്നവരാണ്. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇത് വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠതയും സുന്നത്തുമാണെന്ന് മനസ്സിൽ കരുതിയ ആ സുന്നത്തും കിട്ടി, വലിയ പ്രയാസമൊന്നുമില്ല എന്നർത്ഥം. രണ്ടാമത് ദിഹാബുൽ മസ്ജിദ് ദിഹാബൻ, പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ്. അതിനാണ് മുൻഗണന. പള്ളിയിലേക്ക് നടന്നു പോകാൻ പറ്റുമെങ്കിൽ നടന്നു പോകുക എന്നാണ്. നടന്നു പോകാൻ പ്രത്യേകം പറയാൻ കാരണം ഓരോ ചവിട്ടടികൾക്കും കൂലി ഉള്ളത് കൊണ്ടാണ്. നടന്നു പോകാൻ പറ്റുമെങ്കിൽ പരമാവധി നടന്നു പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നടന്നു തന്നെ പോകണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ അതിൽ കൂലി കൂടുതൽ അതിനാണ്. അടുത്തത് പറഞ്ഞു ഖിറാഅത്തു സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫ് ഓതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഖുർആനുമായി ആത്മബന്ധം പുലർത്തുമ്പോൾ വെള്ളിയാഴ്ചകളിൽ സൂറത്തുൽ കഹ്ഫ് ഓതാത്ത ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച നമുക്ക് ഉണ്ടാകരുതെന്നർത്ഥം. അപ്പോൾ സൂറത്തുൽ കഹ്ഫ് ഓതുക. സ്വലാത്തു റകഅത്തൈനി തഹിയ്യത്തുൽ മസ്ജിദ്, പള്ളിയിലെത്തിയാൽ പള്ളിയുടെ തഹിയ്യത്തായ 2 റക്അത്ത് നമസ്കരിക്കുക. അത് വലിയ പ്രയാസമൊന്നുമില്ല. നമുക്ക് പള്ളിയിൽ വന്ന തഹിയ്യത്ത് നമസ്കരിച്ചിട്ട് ഇരിക്കാവൂ എന്നുള്ളത് പള്ളിയുടെ ഒരു മര്യാദയാണ്. അപ്പൊ അത് ശ്രമിക്കുക. അടുത്തത് പറഞ്ഞു അൽ ഇഅ്തിനാമു സാഅത്തുൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയം വെള്ളിയാഴ്ചകളിൽ ഒരൊറ്റ ദിവസം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏതൊക്കെ സമയം എന്ന് ഞാൻ പ്രത്യേകം പറയുന്നില്ല, വെള്ളിയാഴ്ച മൊത്തം ശ്രദ്ധിച്ചാൽ കിട്ടും. അപ്പൊ ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടൂ എന്ന് പറഞ്ഞാൽ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. പിന്നീട് പറഞ്ഞത് ഇക്സാറു സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക. വലിയ പുണ്യമുള്ള കാര്യമാണ് നബിയുടെ മേൽ സ്വലാത്ത് ഇല്ല എന്നുള്ളത്. വെള്ളിയാഴ്ച നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കണം എന്നുള്ളതാണ്. നബി പറഞ്ഞത്, ആരെങ്കിലും എൻ്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി അശറ, അള്ളാഹ് 10 നന്മ ആ മനുഷ്യന് ചെയ്യുന്ന ഒരു സ്വലാത്താണ്.
അത് പൂർത്തിയായ ഇബ്രാഹിമിയ സ്വലാത്ത് തന്നെ പരമാവധി പൂർത്തിയായി ചെല്ലാനാണ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അവസാനത്തത് അത്തബ്കീറു വൽ ഇർസാലു ലിൽ ഖുത്ബ. ജുമുഅക്കും ഖുത്ബയ്ക്കും വേണ്ടി നേരത്തെ പള്ളിയിലേക്ക് വരിക, ഖുത്ബ ശ്രവിക്കുക എന്നുള്ളതാണ്. അപ്പൊ ജുമുഅക്കും അതിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടി നേരത്തെ വരണം. നേരത്തെ വന്നിരുന്നപ്പോ ഖുത്ബ ശ്രവിക്കണം എന്നുള്ളതാണ്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് ഒരു ജുമുഅ എന്ന് പറഞ്ഞാൽ ഖുത്ബയും നമസ്കാരവും കൂടിയിട്ടാണ്. ഖുർആൻ സൂറത്ത് ജുമുഅയിൽ ഫസ്ഔ ഇലാ ദിക്രില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് വരണം എന്ന് പറഞ്ഞത്, ആ ദിക്റുല്ലാ എന്ന് പറഞ്ഞത് ഖുത്ബയാണെന്നാണ് മുഫസ്സിറൊക്കെ പറഞ്ഞത്. അപ്പൊ ഖുത്ബ ശ്രവിക്കണം എന്നുള്ളതാണ്. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെടാറുള്ളത്, നമ്മൾ നേരത്തെ വന്നിറങ്ങി സൗകര്യപ്പെട്ട സ്ഥലം കണ്ടെത്തിയിട്ട് പിന്നെ സുഖമായി ഇരുന്ന് ഉറങ്ങലാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. ഒന്ന് ഖുത്ബ എന്ന ഇബാദത്തിലെ പൂർണ്ണമായും ആ കൂലി കിട്ടൂല. രണ്ടാമത് എന്താന്ന് പറഞ്ഞ് പഠിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ മനഃപൂർവ്വം നഷ്ടപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഖുത്ബ നേരത്തെ വരികയും ഖുത്ബയിൽ പങ്കെടുത്ത് ശ്രവിക്കുവാനും നമ്മൾ ശ്രമിക്കണം. അപ്പൊ ചുരുങ്ങിയ 8 കാര്യങ്ങളിലും ഒരു ജുമുഅ ദിവസത്തിൽ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതാണ്. നമ്മൾ ഇന്ന് തന്നെ തീരുമാനമെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.